സംസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം തുടരുന്നു. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇതേസമയം സമരം ചെറുകിട ആശുപത്രികളെ ബാധിക്കുന്ന സ്ഥിതിയാണ്. ചില മാനേജ്മെന്റുകൾ ശമ്പള വർധനവിനെ ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. ശമ്പള വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പണിമുടക്കിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ ആശുപത്രികൾക്ക് മുന്നിൽ നഴ്സുമാർ സമരം നടത്തിവരികയാണ്. അതിജീവനത്തിനായുള്ള പോരാട്ടം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ സമരം നടത്തിവരുന്നത്. തുല്യ ജോലിക്ക് തുല്യവേതനം, നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, മറ്റ് ആശുപത്രി ജീവനക്കാർക്ക് ആനുപാതികമായ ശമ്പള വർധനവ് നടപ്പാക്കുക, UGC സ്കെയിൽ ശമ്പളം നടപ്പാക്കുക, ഡോക്ടർ ബൽറാം കമ്മിറ്റി, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പാക്കുക, NHM, പാലിയേറ്റീവ് കെയർ, MLSP, HDS, EMT ജീവനക്കാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ആസ്റ്റർ PMF-ൽ നിന്നാണ്. ആസ്റ്റർ PMF-ലെ 120 സ്റ്റാഫുകൾ ഇവിടെ ആസ്റ്റർ PMF-ന്റെ ഫ്രണ്ടിൽ വഴിയിൽ നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുവരെയും മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് യാതൊരു ചർച്ചയ്ക്ക് അവർ വിളിച്ചിട്ടുമില്ല. അവരൊരു ഒത്തുതീർപ്പിന് തയ്യാറുമല്ല. ഞങ്ങൾ ഇത്രയും പേര് ഇന്നും തുച്ഛമായ വേതനത്തിനാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എന്തായാലും നമ്മൾക്ക് സാലറി കൂട്ടി തന്നേ പറ്റത്തുള്ളൂ. കാരണം സാലറി കൂട്ടി തരുന്നത് വരെ ഞങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് കൂലിപ്പണിക്കാർക്ക് പോലും 1,200 രൂപ ശമ്പളമുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് വെറും 800 രൂപ പോലും ഇന്നത്തെ കാലത്ത് ശമ്പളം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ വെറും 1,333 രൂപയാണ് ശമ്പളം ചോദിക്കുന്നത്. ആ 1,333 രൂപ ശമ്പളം ഞങ്ങൾക്ക് തരുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതേസമയം സമരത്തിന്റെ ഭാഗമായി ചെറിയ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുന്ന സ്ഥിതിയാണ്. ചില വൻകിട ആശുപത്രികളാകട്ടെ ഭാഗികമായി ശമ്പള പരിഷ്കരണത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ 40,000 രൂപ അടിസ്ഥാന ശമ്പളമായി വർദ്ധിപ്പിച്ചു നൽകാൻ കഴിയില്ലെന്നാണ് മിക്ക സ്വകാര്യ ആശുപത്രികളും നിലപാടെടുത്തിട്ടുള്ളത്. ഇതേസമയം സംസ്ഥാന സർക്കാർ 25,000 രൂപ അടിസ്ഥാന ശമ്പളമായി നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിനെ അംഗീകരിക്കാൻ സ്വകാര്യ മാനേജ്മെന്റുകൾ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.